നമസ്കാരം. ഈ വീഡിയോയിൽ നമുക്കൊരു പ്രോപ്പർ ടെസ്റ്റ് മാച്ചിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. ഇന്ത്യ വേഴ്സ് സൗത്ത് ആഫ്രിക്ക സെക്കൻഡ് ടെസ്റ്റ്. ബാസ്ബോൾ പ്രാന്തൊക്കെ ഒരു സൈഡിലിരുന്നോട്ടെ, നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇന്ന് ഇന്ത്യ വേഴ്സ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ടോസ് കിട്ടിയത് സൗത്ത് ആഫ്രിക്കയ്ക്കാണ്. ടോസ് വീണ്ടും സൗത്ത് ആഫ്രിക്കയെ പിന്തുണച്ചു. വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ടോസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെയല്ല. ഫസ്റ്റ് ഡേയിലൊന്നും ടേണൊന്നും ഇല്ലായിരുന്നു. ബാറ്റിങ്ങിന് അത്യാവശ്യം നല്ല അനുകൂലമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു പിച്ചാണ്. സെക്കൻഡ് ഡേയും ഒരുപക്ഷെ തേർഡ് ഡേ വരേക്കും ആ ഒരു അനുകൂലമായിട്ടുള്ള ബാറ്റിങ്ങിന് സപ്പോർട്ട് കിട്ടുമായിരിക്കും. പക്ഷേ ലാസ്റ്റ് 2 ഡേയ്സ്, പ്രത്യേകിച്ചും ലാസ്റ്റ് ഡേ സ്പിന്നിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. സൗത്ത് ആഫ്രിക്കൻ ടീമിൽ 3 സ്പിന്നേഴ്സാണ്, സ്പെഷ്യൽ സ്പിന്നേഴ്സാണ് ഈ ഒരു മാച്ചിലുള്ളത്. സെന്നുരൻ മുത്തുസ്വാമിയും കൂടെ അവർ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് 4th ഇന്നിങ്സ് ഇന്ത്യയെ സംബന്ധിച്ച് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് കരുതുന്നു. എന്തായാലും ടോസ് സൗത്ത് ആഫ്രിക്കയെ തുണച്ചു. ഇന്നത്തെ ദിവസം സൗത്ത് ആഫ്രിക്ക 247 റൺസ് അടിച്ചു, 6 വിക്കറ്റിൻ്റെ നഷ്ടത്തിൽ. സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് അല്ല, ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ടീമിനും ഒരു ആർക്കോ ഇന്ത്യക്കോ സൗത്ത് ആഫ്രിക്കയോ മേൽക്കൈ എന്ന് പറയാൻ പറ്റാത്തൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. 247 എന്ന് പറയുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റണ്ണ് സൗത്ത് ആഫ്രിക്ക അടിച്ചു. 6 വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ കിട്ടേണ്ട ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് സ്കോറിൻ്റെ കാര്യത്തിൽ. ഒരു 350+ അല്ലെങ്കിൽ ഒരു 400 അടുത്തൊരു സ്കോറിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അത് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇവിടുന്ന് പറ്റുമോ എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ മൊത്തമായിട്ട് പിടിച്ച് കെട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഒരു 50+ റൺസ് വന്നാൽ തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്കോറിലേക്ക് സൗത്ത് ആഫ്രിക്ക എത്തും. ഒരു 350 റൺസ്, ഒരു 100 റൺസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നോബഡീസ് ഗെയിമാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം കളി അവസാനിപ്പിക്കുമ്പോഴത്തേക്ക്. നാളത്തെ ദിവസത്തെ ഫസ്റ്റ് സെഷൻ തീർച്ചയായിട്ടും നിർണായകമാണ്. ഫസ്റ്റ് സെഷനിൽ സൗത്ത് ആഫ്രിക്ക നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് മേൽക്കൈ നേടാം. ഇന്ത്യ നന്നായിട്ട് പെർഫോം ചെയ്ത് സൗത്ത് ആഫ്രിക്കയെ ഒരു 300-നകത്ത് നിർത്താൻ എറിഞ്ഞ് തീർക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് മേൽക്കൈ നേടാനായിട്ട് സാധിക്കും. സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏകദേശം ടോപ്പ് ഓർഡറിലെ എല്ലാ ബാറ്റ്സ്മാർക്കും നല്ല രീതിയിലുള്ള തുടക്കം കിട്ടി. നന്നായിട്ട് ബാറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതൊരു നല്ലൊരു സ്കോറിലേക്ക്, ഒരു ബിഗ് സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. മാർക്രം 38 റൺസ് അടിച്ചു 81 ബോളിൽ. റിയാൻ റിക്കിൾട്ടൺ 35 റൺസ് അടിച്ചു. ഓപ്പണിംഗ് തന്നെ നല്ലൊരു പാർട്ണർഷിപ്പ്, ഒരു നല്ല രീതിയിലൊരു ബേസ്മെൻറ്റ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. സ്റ്റബ്സ് 49 റൺസ് അടിച്ചു 112 ബോളിൽ. ടെമ്പ ബോവ 41 റൺസ് അടിച്ചു 92 ബോളിൽ. ടോണി ഡി സോസി 28 റൺസ് അടിച്ചു 59 ബോളിൽ. ഇവർക്കെല്ലാം ഒരു നല്ലൊരു തുടക്കം കിട്ടിയെന്ന് പറയാം. പക്ഷേ അത് മുതലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. ഒരു ബിഗ് സ്കോറിലേക്ക് അവർക്ക് എത്താനോ അല്ലെങ്കിൽ ടീമിനെ എത്തിക്കാനായിട്ടോ അവർക്ക് സാധിച്ചില്ല. ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത് സെന്നുരൻ മുത്തുസ്വാമിയാണ്. 25 റൺസ് അടിച്ച് 45 ബോൾ. അതുപോലെ തന്നെ കെയിൽ വരേനയും ക്രീസിലുണ്ട്. സോ പ്രോപ്പറായിട്ടുള്ള 2 ബാറ്റ്സ്മാൻമാരാണ്. ഇനിയും യാൻസൺ ബാറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 50+ റൺസോ അല്ലെങ്കിൽ 100 അടുപ്പിച്ച് വേണമെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ബൂംറ ഇന്ന് സൂപ്പറായിട്ട് ബോൾ ചെയ്തു. വിക്കറ്റിൻ്റെ എണ്ണം നോക്കണ്ട, വിക്കറ്റിൻ്റെ എണ്ണം കുൽദീപിനാണ് കൂടുതൽ. കുൽദീപും വളരെ മനോഹരമായിട്ട് തന്നെ ബോൾ ചെയ്തു. പക്ഷേ ബൂംറ 17 ഓവർ എറിഞ്ഞിരുന്നു. ഇപ്പോൾ ഫിറ്റ്നസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ബൂംറയെ നമ്മൾ പലപ്പോഴും ഇതൊക്കെ പറയാറുണ്ടെങ്കിൽ ഇന്ന് 17 ഓവർ എറിഞ്ഞു. അതും കൃത്യമായിട്ടുള്ള ലൈൻ ലെങ്ത് കീപ്പ് ചെയ്ത് വളരെ കൃത്യതയോടെയാണ് ബൂംറ ബോൾ ചെയ്തത്. 2.24 ആണ് ബൂംറയുടെ എക്കോണമി, 2.82 ആണ് കുൽദീപിൻ്റെ. ബൂംറയ്ക്ക് ഒരു വിക്കറ്റ് നേടാനേ സാധിച്ചുള്ളൂ. സിറാജ്, ജഡേജ എന്നിവരും ഒരു വിക്കറ്റ് നേടി. ഇനി നമുക്ക് ടീം സെലക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൻ്റെ ഇന്നത്തെ സെലക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സെലക്ഷനായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ മിസ്റ്റേക്സ് ഒരുപക്ഷെ അവർ തിരുത്തിയെന്ന് പറയാം. അക്സർ പട്ടേലിനെ പുറത്തിരുത്തി നിതീഷ് കുമാർ റെഡ്ഡിയെ ടീമിനുള്ളിലേക്ക് കൊണ്ടുവന്നു. പിച്ചിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ വളരെ ഡീസൻ്റ് ആയിട്ട് ഒരു ട്രഡീഷണൽ ഇന്ത്യൻ പിച്ച്. ആദ്യത്തെ ദിവസത്തിൽ വലിയ സംഭവബഹുലമായ പിച്ചൊന്നുമല്ല, നോർമലായിട്ടുള്ളൊരു പിച്ചാണ്. സോ അതുകൊണ്ട് ഗുഡ് ജോബ് ആ ഒരു കേസിൽ. ഇതിനകത്തൊരു ഡൗട്ടുള്ളത് ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷനിൽ ഇപ്പോൾ സായി സുദർശൻ ടീമിലേക്ക് വന്നിട്ടുണ്ട് ഗില്ലിന് പകരമായിട്ട്. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും ടീമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ലെഫ്റ്റ് ഹാൻഡറായി. ഇപ്പോൾ ഓപ്പണിംഗ് പെയർ ജയ്സ്വാൾ, KL രാഹുൽ. അതിനുശേഷം നമ്പർ 3 നമ്മൾ കഴിഞ്ഞ കളിയിൽ ഇറങ്ങിയത് വാഷിങ്ടൺ സുന്ദറാണ്. അപ്പോൾ വാഷിങ്ടൺ സുന്ദറിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുമോ, അതോ ഇപ്പോൾ അതിന് മുമ്പത്തെ മാച്ചുകളിൽ പരീക്ഷിച്ചിരുന്ന നമ്പർ 3 ബാറ്റ്സ്മാനായിട്ടുള്ള സായി സുദർശനെ നമ്പർ 3 ഇറക്കുമോ? അത് കൗതുകമാണ്. എന്ത് ചെയ്യുമെന്ന് ഗംഭീർ. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വാഷിങ്ടൺ സുന്ദറിനെ ഇറക്കിയെന്നുണ്ടെങ്കിൽ വാഷിങ്ടൺ സുന്ദറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം നമ്പർ 3. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമുള്ളത് നമ്പർ 4 സായി സുദർശൻ വരേണ്ടി വരും. സായി സുദർശൻ അതിന് താഴേക്ക് ബാറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡർ പ്ലസ് പന്തും കൊണ്ട് വരുമ്പോൾ 3 ലെഫ്റ്റ് ഹാൻഡർ ഇങ്ങനെ വരിയായിട്ട് വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിന് താഴെ വീണ്ടും ജഡേജ ഉണ്ട് തന്നെ. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ട് വാഷിങ്ടൺ സുന്ദർ മിക്കവാറും താഴെ ഇറങ്ങത്തുള്ളായിരിക്കും. നമ്പർ 3 സായി സുദർശൻ, നമ്പർ 4 ഒരു പക്ഷേ ധ്രുവ് ജുറയിൽ വന്നിട്ട് നമ്പർ 5 പന്തും, പിന്നീട് അങ്ങ് ലോവർ എൻഡിലായിരിക്കും വാഷിങ്ടൺ സുന്ദർ വരാനായിട്ട് പോകുന്നത്. അത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഇങ്ങനെയുള്ള വെറുതെ ആവശ്യമില്ലാതെ ചേഞ്ചസ് വരുത്തുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. നമ്പർ 3 പ്രോപ്പറായിട്ട് ഒരു ബാറ്റ്സ്മാൻ, നമ്പർ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രൂഷ്യലായിട്ടുള്ളൊരു പൊസിഷനാണ്.
അവിടെ കൃത്യമായിട്ട് ഒരു പ്ലെയറിനെ ഒരു ലോങ് റണ്ണ് കൊടുത്ത് കളിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെ വരുന്നു എന്നുള്ളത് ഇവരെങ്ങനെ ഇന്ത്യ ഇപ്പോൾ സായി സുദർശനെ കളിപ്പിക്കുമോ അതോ നമ്മുടെ വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇനി സൗത്ത് ആഫ്രിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ നല്ലൊരു തീരുമാനം എടുത്തു. സെന്യൂർ മുത്തുസ്വാമിയെ ടീമിനുള്ളിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ വേറൊരു പ്രശ്നം പറ്റിയത് കഴിഞ്ഞ കളിയിൽ നന്നായിട്ട് പെർഫോം ചെയ്ത കാർബിൻ ബോഷിനെ അവർ ടീമിൽ നിന്ന് പുറത്തിരുത്തി. ശരിക്കും പറഞ്ഞാൽ റിക്കിൾട്ടൺ ഒരു വിക്കറ്റ് കീപ്പറാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിക്കിൾട്ടൺ വിക്കറ്റ് കീപ്പർ ആയതുകൊണ്ട് കെ.എൽ. വരേനെ പുറത്തിരുത്തിയിട്ട് സെന്യൂർ മുത്തുസ്വാമി ടീമിനുള്ളിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ബോഷ് കഴിഞ്ഞ പ്രാവശ്യം കുഴപ്പമില്ലാത്ത കോൺട്രിബ്യൂഷൻ തന്നൊരു ബോളറാണ്, അതുപോലെ തന്നെ ബാറ്റ്സ്മാനുമാണ്. സോ അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ബോഷിന് പറ്റിയാണ്. കെ.എൽ. വരേനയ്ക്ക് ഇന്ത്യൻ പിച്ചുകളിൽ സ്പിന്നിനെ കളിച്ച് നല്ല ഒരു എക്സ്പീരിയൻസോ അങ്ങനെ കാര്യമല്ല. മുത്തുസ്വാമി ഇപ്പോൾ തന്നെ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ അവരുടെ ടീം കുറച്ചും കൂടെ മെച്ചപ്പെട്ടേനെ. സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസങ്ങളിലും കൂടെ ബാറ്റിങ്ങിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സൗത്ത് ആഫ്രിക്ക എത്രയും പെട്ടെന്ന് ബോൾ ഔട്ട് ചെയ്തിട്ട് ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാൻ പറ്റി നല്ലൊരു സ്കോറിലേക്കും ലീഡിലേക്കും എത്താൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് മേൽക്കൈ നേടാൻ സാധിക്കും. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് മാക്സിമം ബാറ്റ് ചെയ്യുക, ഈ ഒരു 4 വിക്കറ്റ് വെച്ചിട്ട് മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്യുക, മാക്സിമം ഒരു 350+ സ്കോറിലേക്ക് എത്തുക. പറ്റുമെന്നുണ്ടെങ്കിൽ 400ലേക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നത്. പാകിസ്ഥാനുമായിട്ടുള്ള ടെസ്റ്റിൽ പാകിസ്ഥാനിൽ ഇവർ പോയി കളിച്ചപ്പോൾ അവരുടെ വാലറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. സോ അതുകൊണ്ട് അവരുടെ വാലറ്റത്തിന് പെർഫോം ചെയ്യാൻ പറ്റും, അത് അവർ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സോ അങ്ങനെ പ്രൂവ് ചെയ്തിട്ട് ഒരു 400 അടുപ്പിച്ചൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക കുറച്ചും കൂടെ സെക്യൂർ ആവും. അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ 3 സ്പിന്നേഴ്സ് അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ ഫോർത്ത് ഇന്നിങ്സിലും അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ നാളത്തെ മോർണിംഗ് സെക്ഷൻ അവർ സർവൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേൽക്കൈ നേടാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിക്കും. എന്തായാലും നമുക്ക് നാളത്തെ മാച്ചിൽ എങ്ങനെ വരുന്നു നോക്കാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.